ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്തേ. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഒന്ന് കണ്ടുപിടിച്ചേ. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഓക്കെ, എല്ലാവരും ഡി ആണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡി പറയുന്നേ? പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേര് ശരിയാണോ കുട്ടികളെ? പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേര് കുമാരഗുരുദേവനെ തന്നെയാണോ ഈ പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത്? അത് ശരിയാണല്ലേ. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്നത് ഇതൊക്കെ ആരാണ്? കുമാരഗുരുദേവൻ തന്നെയാണ് അല്ലേ. പൊയ്കയിൽ അപ്പച്ചൻ എന്നും പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരഗുരുദേവൻ തന്നെയാണ്. പ്രത്യക്ഷ ദൈവസഭ അതായത് PRDS നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. PRDSന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പ്രത്യക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ് കുട്ടികളെ? കുമാരഗുരുദേവനാണെന്നുള്ള കാര്യം അല്ലേ. ഏത് വർഷമാണ് ഈ പറയുന്ന PRDS സ്ഥാപിച്ചത്? ഏത് വർഷമാണ് PRDS സ്ഥാപിച്ചത്? പറഞ്ഞേ. PRDS ഏത് വർഷമാണ് സ്ഥാപിച്ചത്? PRDS ഏത് വർഷമാണ് സ്ഥാപിച്ചത്? PRDS സ്ഥാപിക്കുന്നത് 1909 അല്ലേ. 1909 PRDS സ്ഥാപിക്കുന്നത്. എവിടെയാണ് PRDS സ്ഥാപിച്ചത്? ഓക്കെ, PRDS സ്ഥാപിച്ചത് എവിടെയാണ്? ഏത് സ്ഥലത്താണ്? ഇരവിപേരൂർ പത്തനംതിട്ട. ഇരവിപേരൂർ പത്തനംതിട്ട അല്ലേ. ഇരവിപേരൂർ പത്തനംതിട്ട. PRDS സ്ഥാപിച്ചത് ഇരവിപേരൂർ പത്തനംതിട്ട. ഓക്കെ, ഈ PRDSനൊരു മുഖപത്രമുണ്ട്, ഒരു പ്രസിദ്ധീകരണമുണ്ട്. ഏതാണ് PRDSന്റെ പ്രസിദ്ധീകരണം? പറഞ്ഞേ. PRDSന്റെ പ്രസിദ്ധീകരണം ഏതാണ്? PRDSന്റെ പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം. ഏതാ കുട്ടികളെ? ആദിയാർ ദീപം അല്ലേ. ആദിയാർ ദീപമാണ് PRDSന്റെ പ്രസിദ്ധീകരണം. അപ്പൊ PRDSന്റെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ ഏതാണ്? ആദിയാർ ദീപം. ഏതാണ്? ആദിയാർ ദീപം. ഓക്കെ, ഇനി ഈ കുമാരഗുരുദേവൻ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ് കുട്ടികളെ? ഇരവിപേരൂരിൽ പത്തനംതിട്ടയിലാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു PRDS സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇരവിപേരൂരാണോ? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം ഇരവിപേരൂർ ആണോ? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും എവിടെ തന്നെയാണ്? ഇരവിപേരൂർ തന്നെയാണ്. ഞാൻ അത് എടുത്തു പറയാൻ കാരണം ഈ കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം പരീക്ഷയ്ക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇരവിപേരൂർ പത്തനംതിട്ട. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം എവിടെ നേരിട്ട് കഴിഞ്ഞാൽ അത് ഇരവിപേരൂർ പത്തനംതിട്ടയാണ് അല്ലേ. ഓക്കെ, കൊല്ലങ്കോട് പാലക്കാട് ജനിച്ചതാരാണ്? കൊല്ലങ്കോട് പാലക്കാട് ജനിച്ചതാരാണ്? പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ജനിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലെ. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കൊല്ലങ്കോട്, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ജനിച്ച വ്യക്തി ആരാണ് കുട്ടികളെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കോട്ടയം ജില്ലയിലെ പെരുന്നയിൽ ജനിച്ചതാരാണ്? കോട്ടയം ജില്ലയിലെ പെരുന്നയിൽ ജനിച്ചത് മന്നത്ത് പത്മനാഭൻ. കോട്ടയം ജില്ലയിലെ പെരുന്നയിൽ ജനിച്ചത് ആരാ കുട്ടികളെ? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അടുത്ത് പെരുളശ്ശേരി കണ്ണൂര്. പെരുളശ്ശേരി കണ്ണൂര് ജനിച്ചത് ആരാണ്? ആരാധന കമന്റ് ചെയ്യും. പെരുളശ്ശേരി കണ്ണൂരിൽ ജനിച്ചത് ആരാ കുട്ടികളെ? AK ഗോപാലൻ. AKG ആണ് പെരുളശ്ശേരി കണ്ണൂരിൽ ജനിച്ചത്. ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ AKG ആണ്. AK ഗോപാലൻ അല്ലെങ്കിൽ AKG ആണ് പെരുളശ്ശേരി കണ്ണൂരിൽ ജനിച്ചത്. ഓക്കെ, അതുപോലെ ചെറായി എറണാകുളം ജനിച്ചത് ആരാണ്? നിങ്ങൾക്ക് അറിയാം. ചെറായി എറണാകുളം നിങ്ങൾക്ക് അറിയാം. സഹോദരൻ അയ്യപ്പൻ. ആരാ കുട്ടികളെ? സഹോദരൻ അയ്യപ്പൻ ആണല്ലേ. സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, നഗലപുരം തമിഴ്നാട്. അത് ആര് കമന്റ് ചെയ്യും? നഗലപുരം തമിഴ്നാട് ആര് കമന്റ് ചെയ്യും? നഗലപുരം തമിഴ്നാട് ജനിച്ചത് ആരാ കുട്ടികളെ? നഗലപുരം തമിഴ്നാട് ജനിച്ചത് തൈക്കാട് അയ്യ. ആരാണ്? തൈക്കാട് അയ്യ. നഗലപുരം തമിഴ്നാട് ജനിച്ചത് ആരാണ്? തൈക്കാട് അയ്യാണ് നഗലപുരം തമിഴ്നാട് ജനിച്ചത്. ഓക്കെ,
അടുത്ത് പേട്ട തിരുവനന്തപുരം, പേട്ട തിരുവനന്തപുരം, പേട്ട തിരുവനന്തപുരം, പേട്ട തിരുവനന്തപുരം, പേട്ട തിരുവനന്തപുരം, പേട്ട തിരുവനന്തപുരം. ആരും പറയുന്നില്ല. പേട്ട തിരുവനന്തപുരം, പേട്ട തിരുവനന്തപുരം. ചട്ടമ്പി അല്ല, ചട്ടമ്പി അല്ല, ചട്ടമ്പി അല്ല. പേട്ട തിരുവനന്തപുരം. ഡോക്ടർ പൽപ്പു, ഡോക്ടർ പൽപ്പു, ഡോക്ടർ പൽപ്പു, ഡോക്ടർ പൽപ്പു. ഓക്കെ, ഡോക്ടർ പൽപ്പു. കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരം, കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരം, കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരം. അതാരാ? കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരം. അതാരാ കുട്ടികളെ? കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരം. കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരം അത് ചട്ടമ്പി സ്വാമി കേട്ടോ. കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരം അതാണ് ചട്ടമ്പി സ്വാമിയെ. കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരമാണ് ചട്ടമ്പി സ്വാമി. ഓക്കെ. പാട്യം കണ്ണൂര്, പാട്യം കണ്ണൂര്, പാട്യം കണ്ണൂര്. ആരാണ്? പാട്യം കണ്ണൂര്, പാട്യം കണ്ണൂര്, പാട്യം കണ്ണൂര്, പാട്യം കണ്ണൂര്. ആരും പറയുന്നില്ല. പാട്യം കണ്ണൂര്, പാട്യം കണ്ണൂര്. വാക്ഫടാനന്ദൻ, വാക്ഫടാനന്ദൻ. പാട്യം കണ്ണൂര് വാക്ഫടാനന്ദൻ, പാട്യം കണ്ണൂര് വാക്ഫടാനന്ദൻ. പൊന്നാനി, പൊന്നാനി, പൊന്നാനി മലപ്പുറം, പൊന്നാനി മലപ്പുറം, പൊന്നാനി മലപ്പുറം, പൊന്നാനി മലപ്പുറം, പൊന്നാനി മലപ്പുറം. ഒരട്ടെ. പൊന്നാനി മലപ്പുറം, പൊന്നാനി മലപ്പുറം. വി ടി ഭട്ടതിരിപ്പാട്, വി ടി ഭട്ടതിരിപ്പാട്, വി ടി ഭട്ടതിരിപ്പാട് അല്ലേ? പൊന്നാനി മലപ്പുറം വി ടി ഭട്ടതിരിപ്പാട്, വി ടി ഭട്ടതിരിപ്പാട്. ഓക്കെ. വി ടി ഭട്ടതിരിപ്പാട്. കായിക്കര തിരുവനന്തപുരം, കായിക്കര തിരുവനന്തപുരം, കായിക്കര തിരുവനന്തപുരം, കായിക്കര തിരുവനന്തപുരം. ആർക്ക് പറയാം? കായിക്കര തിരുവനന്തപുരം, കായിക്കര, കായിക്കര തിരുവനന്തപുരം, കായിക്കര തിരുവനന്തപുരം. കുമാരനാശാൻ, കുമാരനാശാൻ, കുമാരനാശാൻ. കായിക്കര തിരുവനന്തപുരം കുമാരനാശാനാണ് കായിക്കര തിരുവനന്തപുരം. ഓക്കെ. ചേരനല്ലൂർ എറണാകുളം, ചേരനല്ലൂർ, ചേരനല്ലൂർ എറണാകുളം, ചേരനല്ലൂർ എറണാകുളം. പറഞ്ഞേ. ചേരനല്ലൂർ എറണാകുളം ആരാണ്? ചേരനല്ലൂർ എറണാകുളം, ചേരനല്ലൂർ എറണാകുളം, ചേരനല്ലൂർ എറണാകുളം. ആരാ കുട്ടികളെ? ചേരനല്ലൂർ എറണാകുളം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ആരാ കുട്ടികളെ? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്, പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ചേരനല്ലൂർ എറണാകുളം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ചേരനല്ലൂർ എറണാകുളം. ഓക്കെ. ഇനി രണ്ടും ചോദിക്കുകയാണ്. കൈനകരി ആലപ്പുഴ, കൈനകരി ആലപ്പുഴ, കൈനകരി ആലപ്പുഴ. ആരാണ്? കൈനകരി ആലപ്പുഴ, കൈനകരി ആലപ്പുഴ, കൈനകരി ആലപ്പുഴ. ചാവറയച്ചൻ അല്ലേ? ചാവറയച്ചൻ, ചാവറയച്ചൻ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലേ? കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറയച്ചനാണ് കൈനഗിരി ആലപ്പുഴ, കൈനഗിരി ആലപ്പുഴ ചാവറയച്ചൻ, ചാവറയച്ചൻ. സ്വാമിത്തോപ്പ്, സ്വാമിത്തോപ്പ് കന്യാകുമാരി, സ്വാമിത്തോപ്പ് കന്യാകുമാരി, സ്വാമിത്തോപ്പ് കന്യാകുമാരി. കമന്റ് ചെയ്യ്. സ്വാമിത്തോപ്പ് കന്യാകുമാരി ആരാ? സ്വാമിത്തോപ്പ് കന്യാകുമാരി വൈകുണ്ഠ സ്വാമികൾ അല്ലേ? വൈകുണ്ഠ സ്വാമികളാണ്. സ്വാമിത്തോപ്പ് കന്യാകുമാരി വൈകുണ്ഠ സ്വാമികളാണ്, വൈകുണ്ഠ സ്വാമികളാണ് സ്വാമിത്തോപ്പ് കന്യാകുമാരി. ഓക്കെ. വെങ്ങാനൂര് തിരുവനന്തപുരം സ്ഥിരം ചോദ്യമാണ്. വെങ്ങാനൂര് തിരുവനന്തപുരം, വെങ്ങാനൂര് തിരുവനന്തപുരം ആരാണ്? അയ്യങ്കാളി. വെങ്ങാനൂര് തിരുവനന്തപുരം അയ്യങ്കാളിയാണ്, വെങ്ങാനൂര് തിരുവനന്തപുരം അയ്യങ്കാളിയാണ്. ചെമ്പഴന്തി തിരുവനന്തപുരം, ചെമ്പഴന്തി, ചെമ്പഴന്തി തിരുവനന്തപുരം ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? ചെമ്പഴന്തി തിരുവനന്തപുരം ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ചെമ്പഴന്തി തിരുവനന്തപുരം. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന മെയിൻ എക്സാം എന്ന് പറയാൻ പോകുന്നത്. സെപ്റ്റംബർ 19 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പരീക്ഷകൾ നല്ല ടൈറ്റ് ആവുന്നുണ്ട്. അപ്പം നല്ല നിലവാരത്തിൽ നിങ്ങൾക്ക് പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂലൈ 22 മുതൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ബൂസ്റ്റർ ബാച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്ത യൂസ് അല്ലേ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ സമയമുണ്ട്, പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആവും. കുറച്ചൊന്ന് പഠിച്ച് ഒന്ന് റിവിഷനൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ യൂസ് ആവുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും സഹായകമാകും. ക്ലാസ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. കൂടുതൽ ക്ലാസ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സബ്ജക്റ്റുകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മാത്രമേ വേറെ ആൾക്കാർ എടുക്കുന്നുള്ളൂ. ടോട്ടൽ ഫീസ് വരുന്നത് 799 രൂപയാണ്. ഞാൻ ഫസ്റ്റ് കമന്റിൽ കോഴ്സിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾ അവിടെ കയറിയാൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എക്സാം കഴിഞ്ഞ് എല്ലാ എക്സാം കഴിഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ കഴിയുന്നവരെ നിങ്ങൾക്ക് ആ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും കേട്ടോ. ക്ലിയർ ആണ്? ഓക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നാണ് പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടെ പറയണോ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണോ?
ജന്മസ്ഥലങ്ങൾ ഒന്നുകൂടെ പറയണോ ആർക്കെങ്കിലും? ജന്മസ്ഥലങ്ങൾ ഒന്നുകൂടെ പറയണോ? യെസ് ഓർ നോ? ഒന്നുകൂടെ വേണം. ഓക്കെ ആണ്. ഒന്നുകൂടെ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഓക്കെ, പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ, ഇരവി പേരൂർ, പത്തനംതിട്ട. ഓക്കെ, 2 കൊല്ലങ്കോട് പാലക്കാട് ബ്രഹ്മാനന്ദ ശിവയോഗി. 3 പെരുന്നാക്കോട്ടയം മന്നത്ത് പത്മനാഭൻ. 4 പെരുളശ്ശേരി കണ്ണൂര് AKG. 5 ചിറായി എറണാകുളം സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, അടുത്ത 6ാമതായി പറഞ്ഞത് നഗലപുരം തമിഴ്നാട് തൈക്കാട് അയ്യ. അടുത്ത 7ാമതായി പറഞ്ഞത് പേട്ട തിരുവനന്തപുരം ഡോക്ടർ പൽപ്പു. 8ാമതായി പറഞ്ഞത് കൊല്ലൂര് കണ്ണമ്മൂല തിരുവനന്തപുരം. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ. അടുത്ത 9 പാട്യം കണ്ണൂര് വാഗ്ഫടാനന്ദൻ. 10ാമതായി പൊന്നാനി മലപ്പുറം VT ഭട്ടതിരിപ്പാട്. 11ാമത് പറഞ്ഞത് കായിക്കര കുമാരനാശാൻ. തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കുമാരനാശാൻ. 12ാമതായി പറഞ്ഞത് ചേരനല്ലൂർ എറണാകുളം KP കറുപ്പൻ. 13ാമതായി പറഞ്ഞത് കൈനഗിരി ആലപ്പുഴ ചാവറയച്ചൻ. 14ാമതായി പറഞ്ഞത് സ്വാമിത്തോപ്പ് കന്യാകുമാരി വൈകുണ്ഠ സ്വാമികൾ. 15ാമതായി പറഞ്ഞത് വെങ്ങാനൂര് തിരുവനന്തപുരം അയ്യങ്കാളി. 16ാമതായി പറഞ്ഞത് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരു. ഓക്കെ അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഓർത്തിരിക്കുക. ജന്മസ്ഥലം നമുക്ക് ചോദിക്കും കേട്ടോ, ആൾക്കാരുടെ ജന്മസ്ഥലമൊക്കെ നിങ്ങൾക്ക് ചോദിക്കും, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശരി, നമുക്ക് വീണ്ടും ചോദ്യത്തിലേക്ക് വരാം. വെട്ടിയാട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണോ കുട്ടികളെ? വെട്ടിയാട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണോ? വെട്ടിയാട് അടിലഹള. അതായത് ഈ പറയുന്ന ദളിതരുടെ മോചനത്തിന് വേണ്ടിയിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങളെയാണ് നമ്മൾ അടിലഹളകൾ എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? അടിലഹളകൾ. എന്താണ് അടിലഹളകൾ? കേട്ടോ, അടിലഹളകൾ. അതായത് ഈ അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനം. അപ്പൊ അവന് വേണ്ടിയിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അടിലഹളകൾ എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? അടിലഹളകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെട്ടിയാട് അടിലഹളയും അദ്ദേഹവുമായി, ഈ അടിലഹള എന്ന വാക്ക് കണ്ടാൽ നിങ്ങൾ ഓർത്തോണം, അടിലഹള എന്ന് പറഞ്ഞാൽ അത് കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തോണം കേട്ടോ. അടിലഹള എന്ന് പറഞ്ഞാൽ അത് കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടതെന്ന് ഓർത്തോണം. അത് എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ അവശത അനുഭവിക്കുന്ന ദളിത് വിഭാഗത്തിന്റെ മോചനത്തിനായി അദ്ദേഹം സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങളെയാണ് അടിലഹള എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കും, വാകത്താനം ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ കൊഴുക്കും ചിറ ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ മുണ്ടക്കയം ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ മംഗലം ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളനാടി ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഹളകളാണ് ഇവിടെ പറഞ്ഞത്. 1 വാകത്താനം ലഹള, 2 കൊഴുക്കും ചിറ ലഹള, 3 മുണ്ടക്കയം ലഹള, 4 മംഗലം ലഹള, 5 വെള്ളനാടി ലഹള. എന്താ കുട്ടികളെ? വെള്ളനാടി ലഹള. ഓക്കെ, ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടെന്ന് കേട്ടാൽ കുമാര ഗുരുദേവനുമായി. വാകത്താനം, കൊഴുക്കും ചിറ, മുണ്ടക്കയം, മംഗലം, വെള്ളനാടി ഇതെല്ലാം കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ലഹളകളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുതരാം കേട്ടാ. മംഗലത്തില് കൊഴുക്കട്ടയും ഉണ്ടാക്കി വെള്ളമടിച്ച് മുണ്ടും അടുത്തുടുത്ത് അടി ഉണ്ടാക്കി നടക്കുന്ന ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരുത്തനാണ് കുമാരൻ എന്ന് ഓർത്ത് വെച്ചോണം കേട്ടാ. ഇയാളെ പേര് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പേരെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരിപാടിയെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ മംഗലത്തിൽ കൊഴുക്കട്ട എന്നൊരു സാധനമുണ്ട്.
മംഗലത്തിൽ കൊഴുക്കട്ട ഉണ്ടാക്കി വെള്ളമടിച്ച് മുണ്ടും അടുത്ത് കെട്ടി അടി ഉണ്ടാക്കി നടക്കുന്ന ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരുത്തനാണ് കുമാരൻ എന്നോടല്ലേ ഓർത്ത് വെച്ചിരുന്നാട്ടെ. കുമാരൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പറയണതാണ്. ഇനി കുമാര ഗുരുദേവൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും തോന്നരുത്. ഓക്കെ അല്ലേ? ആ വാക്കുകൾ കണ്ടു വെച്ചോണം കേട്ടോ. മംഗലം, കൊഴുക്കുംചിറ, വെള്ളനാടി, മുണ്ടക്കയം, വാകത്താനം, പിന്നെ അടിലഹളകൾ. ഓക്കെ, ക്ലിയർ ആണ്. ആലം ബാഴിക ചേർക്കാൻ ആദ്യം. ഓക്കെ, അടുത്ത അപ്പൊ ഇത് മൂന്നും ശരിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഇത് മൂന്നും ശരിയാണെന്ന് പറഞ്ഞു. അടുത്ത ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണേ. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. വാഴത്തട വിപ്ലവം ഇദ്ദേഹം നമ്മുടെ ചാവറ അച്ഛനാണ് കേട്ടോ. വാഴത്തട വിപ്ലവം ചാവറ അച്ഛനാണ്. മാറിപ്പോവരുത്. വാഴത്തട വിപ്ലവം ചാവറ അച്ഛനാണ്. ചാവറ അച്ഛൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് എന്നുള്ള പോയിന്റ് തെറ്റാണ്. 1909 ക്രിസ്തു മതം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്, PRDS. അതായത് 1909 അദ്ദേഹം എന്ത് ചെയ്തു? ക്രിസ്തുമതം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത കുട്ടികളെ? ഈ പറയുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന ക്രിസ്തീയ സമുദായത്തിൽ ഉള്ള ജാതീയ ഉച്ചനീചത്വങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അപ്പൊ അതിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് കേട്ടാൽ അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചുകൊണ്ടാണ്. 1909 അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചുകൊണ്ടാണ് PRDS സ്ഥാപിച്ച് ഈ പറയുന്ന ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ അദ്ദേഹം എന്ത് ചെയ്തത് കുട്ടികളെ? പോരാടിയത്. അത് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, പിന്നെ 1906 ഇയാൾ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. 1906 അറിയോ എന്താണെന്ന്? 1906 വാകത്താനത്ത് വെച്ചിട്ട് ഇദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ക്രിസ്തീയ സഭകളുടെ ക്രിസ്തീയ സഭകൾ നടത്തിയിരുന്ന അനീതികൾക്കെതിരെ 1906 വാകത്താനിൽ വെച്ച് ബൈബിൾ കത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അതും കുമാര ഗുരുദേവനാണ്. 1906 വാകത്താനത്ത് വെച്ചിട്ട് ബൈബിൾ എന്തിനെതിരെ? ക്രിസ്തീയ സഭകൾ നടത്തുന്ന അനീതികൾക്കെതിരെ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാ കുട്ടികളെ? അത് കുമാര ഗുരുദേവനാണ്. ഓക്കെ, ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി അതും ആരാണ്? കുമാര ഗുരുദേവനാണ്. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് അതും കുമാര ഗുരുദേവനാണ് കേട്ടോ. കുമാര ഗുരുദേവനാണ്. മനസ്സിലായ? ഓക്കെ, പിന്നെ നമുക്ക് കുമാര ഗുരുദേവനായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായിരിക്കും. 1921, 1931. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രിലിംസ് ലെവൽ അല്ല ചോദിച്ചിട്ടുള്ളത്, ഒരു മെയിൻസ് ലെവൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കുമാര ഗുരുദേവൻ ഈ പറയുന്ന ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921, 1931 എന്നീ വർഷങ്ങളിലാണ് എന്ത് ചെയ്ത്? ശ്രീമൂലം പ്രജാസഭയില് അദ്ദേഹം അംഗമായത്. ഓക്കെ അല്ലേ? ശരി. 2 പ്രാവശ്യം ആയതുകൊണ്ട് തന്നെ ആ വർഷങ്ങൾ ചോദിക്കാറുണ്ട്. 1921, 1931 അദ്ദേഹം എന്ത് ചെയ്തു? 1921, 1931 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം കേട്ടോ. ആ ഒരു പോയിന്റ് എല്ലാവരും ഓർത്ത് വെച്ചോണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ അദ്ദേഹത്തിന്റെ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ചോദിച്ചിട്ടുണ്ട്. കവിതാ സമാഹാരം ഏതെന്നറിയോടാ? കവിതാ സമാഹാരം പൊയ്കയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരം.
രത്നമണികൾ. എന്താ കുട്ടികളെ? രത്നമണികൾ, രത്നമണികൾ അല്ലെ? രത്നമണികൾ, രത്നമണികൾ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ്. ഏത്? രത്നമണികൾ. രത്നമണികൾ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചോണം. രത്നമണികൾ. ഓക്കെ. ഈ നമുക്ക് ഈ പ്രിലിംസിന് നമുക്ക് നവോത്ഥാനം പഠിക്കാറുണ്ട്. അതുപോലെ ഡിഗ്രി ലെവല് മെയിൻസിന് നമുക്ക് എന്ത് ചെയ്യും കുട്ടികളെ? നവോത്ഥാനം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ ഏതിലേക്ക് വരുമ്പോൾ 10th മെയിൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നവോത്ഥാനം, അതായത് VFAക്ക് നമുക്ക് നവോത്ഥാനം എന്ത് ചെയ്യത്തില്ല? നവോത്ഥാനം നമുക്ക് വലുതായിട്ട് ചോദിക്കത്തില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഒരു സെക്കൻഡ് ഇടാം. ഓക്കെ. ഒരു സെക്കൻഡ് ചുമ്മാ കിടന്ന് വിളിച്ചോണ്ടിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഏത് കുട്ടികളെ? യുദ്ധവിരുദ്ധ ജാഥ എന്ന് പറയുന്നത് അല്ലേ? യുദ്ധവിരുദ്ധ ജാഥ. യുദ്ധവിരുദ്ധ ജാഥ നടത്തിയതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ യുദ്ധവിരുദ്ധ ജാഥ, അത് SCRT പോയിന്റ് ആണ്. യുദ്ധവിരുദ്ധ ജാഥ. യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ് കുട്ടികളെ? പൊയ്കയിൽ യോഹന്നാൻ ആണ് അല്ലെ? പൊയ്കയിൽ യോഹന്നാൻ ആണ്. ഓക്കെ. എവിടം മുതൽ എവിടം വരെയാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്? ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിനോടുള്ള പ്രതിഷേധം കാരണം യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് മാരംകുളമാണ് കേട്ടോ. മാരംകുളം, മാങ്കുളമല്ല, മാരംകുളം, 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 മാരംകുളം ടു കുളത്തൂർ കുന്ന്, മാരംകുളം ടു കുളത്തൂർ കുന്ന് അല്ലേ? മാരംകുളം ടു കുളത്തൂർ കുന്നാണ്, മാരംകുളം ടു കുളത്തൂർ കുന്നാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. ഓക്കെ. ഏത് വർഷം എന്നറിയോ? ഏത് വർഷമാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്? പറഞ്ഞേ. മാരംകുളം ടു കുളത്തൂർ കുന്നാണ്. മാരംകുളം ടു കുളത്തൂർ കുന്നാണ്. ഏത് വർഷമാണ്? 1915. 1915. ഓക്കെ. അപ്പൊ ഈ രത്നമണികൾ മറക്കണ്ട. രത്നമണികൾ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ്. ആ പോയിന്റ് മറക്കണ്ട. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തോടുള്ള പ്രതിഷേധം കാരണം അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചു. അത് മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ് കേട്ടോ. മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ്. ഓക്കെ. 1915 എന്ത് ചെയ്തത്? പൊയ്കയിൽ യോഹന്നാൻ അത് സംഘടിപ്പിച്ചത്. ഓക്കെ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം അറ്റൻഡ് ചെയ്യാം. അടുത്ത വർഷം അറ്റൻഡ് ചെയ്തേ. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ്. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ്. ഒന്ന് കണ്ടെത്തിയേ. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ ചെയ്തേ. ഇത് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെയർ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് കേട്ടോ. റെയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, കൊടുമുണ്ട കോളനി എന്ന ആശയം ആരുടേതാണ് കുട്ടികളെ? അത് VT ഭട്ടതിരിപ്പാടിന്റെയാണ് കേട്ടോ. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം മുന്നോട്ട് വെച്ചത്, കൊടുമുണ്ട കോളനി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. VT ഭട്ടതിരിപ്പാട് തന്നെയാണ്. ഓക്കെ അല്ലേ? അതുപോലെ കോശ ബഹിഷ്കരണം. എന്താണ് ഈ കോശ എന്ന് പറയുന്ന കുട്ടികളെ? കോശ എന്ന് വെച്ചാൽ എന്താണ്? കോശ ബഹിഷ്കരണം നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഈ കോശ ബഹിഷ്കരണം? പറ കുട്ടികളെ, എന്താണ് കോശ ബഹിഷ്കരണം എന്ന് പറയുന്നത്? എന്താണ് ഈ കോശ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ കുട്ടികളെ കോശ? പറഞ്ഞേ. കോശ ബഹിഷ്കരണം എന്ന് വെച്ചാൽ എന്താണ്? കോശ ആർക്കും അറിയത്തില്ല. കോശ എന്താണെന്ന്, കോശ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അറിയില്ല. പിള്ളേരെ, കോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരി സമുദായത്തില് അന്തർജനങ്ങൾ ഉപയോഗിക്കുന്ന മറക്കുട. ഓക്കെ. മറക്കുട. നമ്പൂതിരി സമുദായത്തില് അന്തർജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന മറക്കുടയാണ് ഘോഷ എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? ഘോഷ എന്ന് പറയുന്നത്. അപ്പൊ ആ ഘോഷ ബഹിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള
നവോത്ഥാന നായകൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാ കുട്ടികളെ? വി ടി ഭട്ടതിരിപ്പാടാണ്. നമുക്കറിയാം അദ്ദേഹം എന്താണ്? അദ്ദേഹം നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനീതികൾക്കെതിരെ അല്ലെങ്കിൽ അനാചാരങ്ങൾക്കെതിരെയാണ് വി ടി ഭട്ടതിരിപ്പാട് പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഈ മറ്റുള്ളവർ നമ്മളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അന്തർജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഘോഷ അല്ലെങ്കിൽ ഈ പറയുന്ന മറക്കുട എന്ന സംവിധാനം ബഹിഷ്കരണം നടത്തുന്നത് ആരാണ് കുട്ടികളെ? ഈ പറയുന്ന വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, അതുപോലെ വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. ശരിയാണോ? വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളത് ശരിയാണോ കുട്ടികളെ? വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. നമ്മുടെ നമ്പൂതിരി സമുദായത്തില് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചത് ആരാണ് കുട്ടികളെ? അത് ഈ പറയുന്ന വി ടി ഭട്ടതിരിപ്പാടാണല്ലേ. വി ടി ഭട്ടതിരിപ്പാടാണ് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചത് അല്ലേ? ഓക്കെ. അതുപോലെ മിശ്ര വിവാഹം, നമ്മൾ സാമൂഹ്യ പരിഷ്കരണ ജാഥയൊക്കെ പഠിച്ചിട്ടുണ്ട്. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിക്കുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന വി ടി ഭട്ടതിരിപ്പാട് തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നു. എല്ലാം ശരിയാണ് എന്ന ആൻസർ വരുന്നു അല്ലെ? എല്ലാം ശരിയാണ് എന്ന ആൻസർ ആണ് വരുന്നത്. ഓക്കെ, അതും അത്യാവശ്യം നിലവാരമുള്ള ചോദ്യമാണ്. ഈ കൊടുമുണ്ട കോളനി ഒക്കെ എല്ലാവർക്കും അറിയണമെന്നില്ല. കൊടുമുണ്ട കോളനി എന്തെന്ന് ഇപ്പൊ പഠിച്ചോണം. വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചെന്ന അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു ആശയമാണ് നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. അതുപോലെ നമ്പൂതിരി സമുദായത്തിലെ അന്തർജനങ്ങൾ ഉപയോഗിച്ചിരുന്ന മറക്കുട അല്ലെങ്കിൽ ഘോഷ, അത് ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അതും വി ടി ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരി സമുദായത്തില് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചത് ആരാണ് കുട്ടികളെ? അതും വി ടി ഭട്ടതിരിപ്പാടാണ്. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചത് ആരാണ് കുട്ടികളെ? അതും വി ടി ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, അതായത് അദ്ദേഹം മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചത് ആരെ കൊണ്ടെന്നറിയാവോ? അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഒരു അന്യ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്തത്? വി ടി ഭട്ടതിരിപ്പാട് കല്യാണം കഴിപ്പിച്ചത്. മനസ്സിലായ? അതുപോലെ വിധവാ വിവാഹം നടത്തിയതും അദ്ദേഹത്തിന്റെ സഹോദരനെ കൊണ്ടാണ് വിധവാ വിവാഹം നടത്തിയത്. മനസ്സിലായോ? ഓക്കെ, വി ടി രാമൻ ഭട്ടതിരിപ്പാടിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള വി ടി രാമൻ ഭട്ടതിരിപ്പാടിനെ കൊണ്ട് എം ആർ ഭട്ടതിരിപ്പാടിന്റെ വിധവയെ കല്യാണം കഴിപ്പിച്ചുകൊണ്ടാണ് വിധവാ വിവാഹം സ്റ്റാർട്ട് ചെയ്തത്. പരീക്ഷണങ്ങൾ ഫുള്ള് കുടുംബത്തിലായിരുന്നു. അല്ലെങ്കിൽ തുടക്കം കുറിച്ച് എല്ലാം എവിടെയായിരുന്നു? കുടുംബത്തിലായിരുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. പിന്നെ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു നിലവാരമുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും നോക്കാം. ഓക്കെ, അതായത് നമ്പൂതിരി സമുദായത്തിലെ അനീതികൾക്കെതിരെയാണ് അദ്ദേഹം പോരാടിയത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയൊരു നാടകവും നിങ്ങൾക്കറിയാം. ആ നാടകം ഏതാ കുട്ടികളെ? ഏതാണ് ആ നാടകം? അദ്ദേഹം എഴുതിയ നാടകം ഏതാണ്? കോലൊക്കെ എടുത്തിട്ട് വാ. അദ്ദേഹം എഴുതിയ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അല്ലേ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകമാണ് അദ്ദേഹം എഴുതിയത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുക, നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയങ്ങളുണ്ട്. ഇത് ഒരു നാടകമേ ആയിട്ടുള്ളൂ. ഇനി 2 നാടകം കൂടി നിങ്ങൾ പഠിക്കാറുണ്ട്. ഏതൊക്കെയാണ് 2 നാടകങ്ങളിൽ പഠിക്കാറുണ്ട്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് വി ടി ഭട്ടതിരിപ്പാട്. അതുപോലെ ഇനി 2 നാടകങ്ങളുണ്ട്. ഒന്ന് ഋതുമതി നിങ്ങൾ കണ്ടു കാണും. ഋതുമതി എന്ന നാടകം എഴുതിയത് ആരാ കുട്ടികളെ? ഋതുമതി എന്ന നാടകം എഴുതിയിരിക്കുന്നത് എം ബി ഭട്ടതിരിപ്പാട്. ആരാ കുട്ടികളെ? എം ബി ഭട്ടതിരിപ്പാട് അല്ലെ? എം ബി ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകം എഴുതിയിരിക്കുന്നത്. ആരാണ്? എം ബി ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകം എഴുതിയിരിക്കുന്നത്. അതുപോലെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. എന്താ കുട്ടികളെ? മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, നഗരമല്ല മഹാനരകം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം അത് എഴുതിയതാരാ? അത് എം ആർ ഭട്ടതിരിപ്പാട്. ആരാ എഴുതിയ കുട്ടികളെ? എം ആർ ഭട്ടതിരിപ്പാട് അല്ലെ? എം ആർ ഭട്ടതിരിപ്പാട്. അപ്പം ഈ പറയുന്ന മൂന്ന് നാടകങ്ങൾ, അതായത് ഈ ബ്രാഹ്മണ സമുദായം അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന
അനീതികൾക്കെതിരെയുള്ള നാടകത്രയങ്ങൾ. ഒന്ന് വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. രണ്ട് എം പി ഭട്ടതിരിപ്പാടിന്റെ ഋതുമതി. മൂന്ന് എം ആർ ഭട്ടതിരിപ്പാടിന്റെ ഏതാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. അത് മാറിപ്പോയിരിക്കും. നിങ്ങൾ മറ എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മൾ മറ അപ്പൊ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് M6 മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം M.R. ഭട്ടതിരിപ്പാട്. മറ്റേ നമുക്ക് അറിയാലോ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എല്ലാവർക്കും അറിയാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എല്ലാവർക്കും അറിയാം, അത് വി ടി ഭട്ടതിരിപ്പാട്. അപ്പൊ നമുക്ക് ഋതുമതി കിട്ടും. കാരണം ഇവരെ മൂന്നിനും പേര് ഒരുപോലെ നിൽക്കുന്നത് കൊണ്ട് പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ ഋതുമതി എം പി ഭട്ടതിരിപ്പാട്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം ഏതാ കുട്ടികളെ? മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എഴുതിയത് M.R. ഭട്ടതിരിപ്പാട്. അപ്പൊ ഇതാണ് നമ്പൂതിരി സമുദായത്തിനെതിരെയുള്ള അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? നമ്മൾ നേരത്തെ ബൈബിള് കത്തിച്ച കാര്യം പറഞ്ഞു. അതായത് പൊയ്കയിൽ യോഹന്നാൻ ബൈബിള് കത്തിച്ച ഈ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? ഈ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് വി ടി ഭട്ടതിരിപ്പാട് നടത്തിയൊരു പ്രസ്താവന, അത് ഭയങ്കര വിവാദമായതാണ്. ആ പ്രസ്താവന ഏതാ കുട്ടികളെ? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥയുമായി ബന്ധപ്പെട്ട് വി ടി ഭട്ടതിരിപ്പാട് പറഞ്ഞ ഒരു പ്രസ്താവന. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറഞ്ഞത് ആരാ കുട്ടികളെ? വി ടി ഭട്ടതിരിപ്പാടാണ്. ബൈബിൾ കത്തിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. ഇനി നമുക്ക് അമ്പലങ്ങളിൽ തീ കൊളുത്താം എന്ന് പറഞ്ഞത് ആരാ കുട്ടികളെ? അത് ഈ പറയുന്ന വി ടി ഭട്ടതിരിപ്പാടാണ്. ഓക്കെ. അവിടെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്, നമുക്ക് ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിക്കും, ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് ഈ ഒരു കാര്യം, ഈ ഒരു ലേഖനം, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചു വന്നതുകൊണ്ട് കൊച്ചി സർക്കാർ നിരോധിച്ച ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതേതാണ്? ഈ പറയുന്ന ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചു വന്നതുകൊണ്ട് കൊച്ചി സർക്കാർ നിരോധിച്ച പ്രസിദ്ധീകരണമാണ് ഏത്? ഉണ്ണി നമ്പൂതിരി. ഏതാണ്? ഉണ്ണി നമ്പൂതിരി. ഓക്കെ അല്ലേ? ഉണ്ണി നമ്പൂതിരി. ഓക്കെ. ഉണ്ണി നമ്പൂതിരിയെ കുറിച്ച് പറയാനായിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. 1919 വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പേരാണ് നമ്പൂതിരി യുവജന സംഘം. എന്താ കുട്ടികളെ? നമ്പൂതിരി യുവജന സംഘം. 1919 വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം. ഈ നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് ഏത്? ഉണ്ണി നമ്പൂതിരി. ഏതാ കുട്ടികളെ? ഉണ്ണി നമ്പൂതിരി. ഓക്കെ, മനസ്സിലായ? 1919 വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയുടെ പേര് നമ്പൂതിരി യുവജന സംഘം. ആ നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. എന്താ കുട്ടികളെ? ഉണ്ണി നമ്പൂതിരിയാണ് അതിന്റെ മുഖപത്രം. ഓക്കെ അല്ലേ? ഈ വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകമുണ്ടല്ലോ, വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകം, ആ നാടകം 1920 ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്, വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകം 1920 ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഏതിലാണ് കുട്ടികളെ? ഈ ഉണ്ണി നമ്പൂതിരിയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ച് വരുന്നത്. ഓക്കെ. പക്ഷെ ചോദ്യം മാറി വരും. പ്രസിദ്ധീകരിച്ചതാണ് അനു ഞാൻ പറഞ്ഞത്. പ്രസിദ്ധീകരിച്ചത് 1920 ഉണ്ണി നമ്പൂതിരി. എന്നാൽ ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്, അതായത് ഒരു പൊതുവേദിയിൽ അവതരിപ്പിച്ചത് ഏത് വർഷം എന്നറിയോ? വി ടിയുടെ നാടകമായിട്ടുള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നത് 1929 ഇടക്കുന്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇടക്കുന്നി എന്ന് പറയുന്ന
തൃശ്ശൂരുള്ള ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. എവിടെയാണ് അവതരിപ്പിക്കുന്നത്? ഇടക്കുന്നി, തൃശ്ശൂർ. 1929 ഇടക്കുന്നി, തൃശ്ശൂർ. 1929 ഇടക്കുന്നി, തൃശ്ശൂർ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചോണം. ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഉണ്ണി നമ്പൂതിരിയിലും ആദ്യമായി അവതരിപ്പിക്കുന്നത് 1929 ഇടക്കുന്നി, തൃശ്ശൂർ. എല്ലാ പോയിന്റും സെറ്റ് ആണല്ലോ? എല്ലാ പോയിന്റും സെറ്റ് ആണല്ലോ കുട്ടികളെ? എല്ലാ പോയിന്റും സെറ്റ് ആണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും എന്നാണ് അല്ലെ? കണ്ണീരും കിനാവും എന്നതാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര്. കണ്ണീരും കിനാവും എന്നാണ് അല്ലെ? കണ്ണീരും കിനാവും എന്നാണ്. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആദ്യ കഥാസമാഹാരം ഏതാണ്? കവിതയല്ല, കഥാസമാഹാരം. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആദ്യ കഥാസമാഹാരം ഏതാ കുട്ടികളെ? വി ടി ഭട്ടതിരിപ്പാടിന്റെ ആദ്യ കഥാസമാഹാരം ഏതാണ്? പറഞ്ഞേ. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആദ്യ കഥാസമാഹാരം ഏതാണ്? അത് നമുക്ക് ചോദിച്ചതാണ്. രജനി രംഗം. ഏതാണ്? രജനി രംഗമാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആദ്യ കഥാസമാഹാരം ചോദിക്കുകയാണെങ്കിൽ അത് രജനി രംഗം. ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ കണ്ണീരും കിനാവും. ഓക്കെ, കഥാസമാഹാരം ചോദിക്കുകയാണെങ്കിൽ ഏതാ കുട്ടികളെ? രജനി രംഗം. ഏതാണ്? രജനി രംഗം അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയണമെന്നില്ല. ഒറ്റ സാധനം അറിഞ്ഞാൽ മതി അല്ലേ? ഒറ്റ കാര്യം അറിയെങ്കിൽ ഉത്തരവായി. അതായത് പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, സമത്വ സമാജം നമുക്കറിയാം. സമത്വ സമാജം 1836 വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ? സമത്വ സമാജം 1836 വൈകുണ്ഠ. എല്ലാവർക്കും അറിയുന്നുള്ള പോയിന്റ് ആണ്. സമത്വ സമാജം വർഷം 1836 ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത്. ഓക്കെ, അരയ സമുദായമാണ് കേട്ടോ. അരയ സമുദായമല്ല, അരയ സമാജമാണ്. ഓക്കെ, അരയ സമുദായം അരയ സമാജമാണ് അല്ലേ? അരയ സമാജം ഏത് വർഷം സ്ഥാപിച്ചതെന്ന് ചോദിക്കും. വർഷം ചോദിക്കും. കമന്റ് ചെയ്തേ. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം ഏത് വർഷം സ്ഥാപിച്ചു എന്ന് ചോദിക്കും. കമന്റ് ചെയ്തേ. അരയ സമാജം ഏത് വർഷം സ്ഥാപിച്ചു എന്ന് ചോദിക്കും. കമന്റ് ചെയ്തേ. അരയ സമാജവും സാധുജന പരിപാലന സംഘവും ഒരേ വർഷമാണ്. 1907. അരയ സമാജവും സാധുജന പരിപാലന സംഘവും ഒരേ വർഷമാണ്. 1907. ജ്ഞാനോദയം സഭ അദ്ദേഹം സ്ഥാപിച്ചത് തന്നെയാണ്. കൊച്ചി പുലയ മഹാസഭ വർഷം ചോദിക്കും. പറ കുട്ടികളെ. കൊച്ചി പുലയ മഹാസഭ വർഷം ചോദിക്കും. ഏത് വർഷമാണ്? കൊച്ചി പുലയ മഹാസഭ ഏത് വർഷമാണ്? കൊച്ചി പുലയ മഹാസഭ 1913. കൊച്ചി പുലയ മഹാസഭ ഏത് വർഷം കുട്ടികൾ? 1913 അല്ലെ? 1913. കൊച്ചി പുലയ മഹാസഭ 1913. ആരും പറയുന്നില്ല. കൊച്ചി പുലയ മഹാസഭ 1913 ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമുക്ക് ചോദിക്കുക. അദ്ദേഹത്തിന്റെ വർഷം ചോദിച്ചു ഞാൻ കണ്ടിട്ടുള്ള ചോദ്യമാണ്. കല്യാണി ദായിനി സഭ ഏതാ കുട്ടികളെ? കല്യാണി ദായിനി സഭ. കല്യാണിയല്ല, കല്യാണദായിനി. കല്യാണദായിനി സഭ. കല്യാണി എന്ത് കയറി വരുന്നത്? കല്യാണദായിനി സഭ. കല്യാണദായിനി സഭ അത് KP കറുപ്പൻ 1912. കല്യാണദായിനി സഭ 1912. കല്യാണദായിനി സഭ 1912. ഓക്കെ, അപ്പം അരയ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി പുലയ മഹാസഭ 1913 പണ്ഡിറ്റ് കറുപ്പൻ. കല്യാണദായിനി സഭ
അല്ലെങ്കിൽ കല്യാണിദായിനി സഭ 1912. ജ്ഞാനോദയം സഭയും അദ്ദേഹം തന്നെയാണ്. അരയവംശ പരിപാലന യോഗം, എന്താ കുട്ടികളെ? അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചതാരാ? അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ് കുട്ടികളെ? അതൊരു പലപ്പോഴും നമ്മളെ പറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ്. അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? അരയവംശ പരിപാലന യോഗമാണ് ചോദിക്കുന്നതെങ്കിൽ അത് വേലുക്കുട്ടി അരയനാണ്. ആരാ പിള്ളേരെ? വേലുക്കുട്ടി അരയൻ. അരയവംശ പരിപാലന യോഗമാണ് ചോദിക്കുന്നതെങ്കിൽ വേലുക്കുട്ടി അരയൻ. ഓക്കെ, അത് കഴിഞ്ഞില്ല, വീണ്ടും ഉണ്ട് വംശോദ്ധാരണി സഭ. എന്താ പിള്ളേരെ? അരയവംശോദ്ധാരണി സഭ. അരയവംശോദ്ധാരണി സഭ അതാരാ? അരയവംശോദ്ധാരണി സഭ, അതും ആര് തന്നെ? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്, അല്ലെ? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. അരയവംശോദ്ധാരണി സഭയും ആര് തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. അപ്പൊ ഈ മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അരയ സമാജമാണ് ചോദിക്കുന്നതെങ്കിൽ, അരയ സമാജമാണെങ്കിൽ പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ അല്ലേ? അതുപോലെ അരയ വംശോദ്ധാരണി സഭയാണ് ചോദിക്കുന്നതെങ്കിലും പണ്ഡിറ്റ് കറുപ്പൻ. അരയവംശ പരിപാലന യോഗമാണെങ്കിൽ വേലുക്കുട്ടി അരയൻ. കേട്ടോ? അരയവംശ പരിപാലന അല്ല പിടിക്കുക, വേലുക്കുട്ടിയിൽ വെക്കുക. പരിപാലന വേലു. ഓക്കെ അല്ലേ? അരയവംശ പരിപാലന അല്ല പിടിച്ചിട്ട് വേലുക്കുട്ടിയുടെ ലായിൽ പിടിക്കുക. കേട്ടോ? വേലുക്കുട്ടി ലായുമായി കണ്ടു വെക്കുക. അരയവംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയൻ. ആരാ കുട്ടികളെ? വേലുക്കുട്ടി അരയൻ. ഓക്കെ അല്ലേ? എപ്പോഴേ മനസ്സിലായ? ഓക്കെ. ഇനി ഇതുപോലെ കൺഫ്യൂഷൻ വരണ കുറച്ച് നാളെ ഞാൻ ചോദിക്കുകയാണ്, എന്നാൽ കട്ടയ്ക്ക് കൂടെ നിന്നോണം. ഓക്കെ. കുട്ടികളെ പരിപാലിക്കണം, അങ്ങനെ ആയാലും മതി. ഓക്കെ. ആര് കോഡ്? എൻ്റെ ക്ലാസ്സിൽ വേറെ കോഡ് അനുവദിക്കൂല. പരിപാലിക്കുന്നത് കുട്ടിയാണ്. ശരി. നിങ്ങൾക്കും കണക്ഷനൊക്കെ പറയാം കേട്ടോ. അത് നല്ലതല്ലേ? കുട്ടികളെല്ലേ പരിപാലിക്കുന്നത്, നല്ല കണക്ഷനാണത്. ഓക്കെ. അപ്പം അരയവംശ പരിപാലന യോഗം വേലുക്കുട്ടി. അതൊന്നും അത്ര നിനക്ക് അറിയാമെങ്കിൽ കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് KP കറുപ്പൻ. എന്നാ പറ, ഹിന്ദു പുലയ സമാജം പറഞ്ഞേ. അത് കാണട്ടെ. ഹിന്ദു പുലയ സമാജം. ഹിന്ദു പുലയ സമാജം. കുറുമ്പൻ ദൈവത്താൻ. ആരാ കുട്ടികളെ? കുറുമ്പൻ ദൈവത്താൻ. പറയുന്നുണ്ട്. വെരി ഗുഡ്. കുറുമ്പൻ ദൈവത്താൻ. ആരാ കുട്ടികളെ? കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ. അങ്ങനെയാണെങ്കിൽ പുലയ മഹാസഭ സ്ഥാപിച്ചതാരാ? പിള്ളേരെ പുലയ മഹാസഭ സ്ഥാപിച്ചതാരാ? പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളി. അപ്പൊ ആ മൂന്നെണ്ണം ഒന്ന് പഠിച്ചേ. പിള്ളേരെ, മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ. പുലയ മഹാസഭ അയ്യങ്കാളി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈഴവ സമാജം സ്ഥാപിച്ചതാര്? പറ. ഈഴവ സമാജം സ്ഥാപിച്ചതാരാണ്? ഈഴവ സമാജം സ്ഥാപിച്ചതാര്? ഈഴവ സമാജം സ്ഥാപിച്ചതാരാണ്?
ഈഴവ സമാജമാണ് ചോദിക്കുന്നതെങ്കിൽ ടി കെ മാധവൻ. ഈഴവ സമാജമാണ് ചോദിക്കുന്നതെങ്കിൽ ടി കെ മാധവനും, ഈഴവ മഹാസഭയാണ് ചോദിക്കുന്നതെങ്കിൽ ഈഴവ സമാജം ടി കെ മാധവനും, ഈഴവ മഹാസഭയാണ് ചോദിക്കുന്നതെങ്കിൽ ആരാ? ഡോക്ടർ പൽപ്പു. ഓക്കെ, മാറിപ്പോവരുതേ. ഈഴവ സമാജം ടി കെ മാധവൻ. ഓക്കെ, ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു. ഓക്കെ, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ കുട്ടികളെ? പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. എന്നാൽ കൺഫ്യൂഷൻ ആയെങ്കിൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആക്കി തരാം. നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യാം നോക്കാം. ഓക്കെ, ഞാൻ കണക്ട് ചെയ്ത് തരാം. എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്ത് തരാം. പക്ഷെ എന്റെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. നോക്ക് ഇങ്ങോട്ട്. അതും കൂടെ അപ്പൊ ഈ ഒറ്റ ഇതിലങ്ങ് പോയി കഴിഞ്ഞാലേ നമ്മൾ പറയും ഒറ്റ കഷായ തന്നിട്ട് പറയും ഒറ്റ വലിക്കാൻ കുടിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് അറിവില്ലെന്ന് പറയത്തില്ലേ, അതുപോലെ ഒറ്റ അങ്ങ് പോവാം. പിള്ളേരെ NSS നമുക്കറിയാം, നായർ വൃത്തിജന സംഘവും നമുക്കറിയാം. ഓക്കെ, NSS അറിയാം, നായർ വൃത്തിജന സംഘവും നമുക്കറിയാം. രണ്ടും ആര് തന്നെയാണ്? NSS ആയാലും നായർ വൃത്തിജന സംഘമായാലും മന്നത്ത് പത്മനാഭനാണ്. അങ്ങനെയാണെങ്കിൽ നായർ സമാജം കേരള നായർ സമാജം. നായർ സമാജം കേരള നായർ സമാജവും ആര് തന്നെ? നായർ സമാജവും മന്നത്ത് പത്മനാഭൻ തന്നെ കേട്ടോ. നായർ സമാജവും ആര് തന്നെ കുട്ടികളെ? മന്നത്ത് പത്മനാഭൻ. അതായത് NSS നായർ വൃത്തിജന സംഘം, നായർ സമാജം. NSS നായർ വൃത്തിജന സംഘം, നായർ സമാജം. അത് മൂന്നും മന്നത്ത് പത്മനാഭൻ. കേരള നായർ സമാജം ആരാ കുട്ടികളെ? സി കൃഷ്ണപിള്ള. ഓക്കെ അല്ലേ? ശരി, അപ്പം ഇതൊന്ന് കണക്ട് ചെയ്യണം അല്ലേ? ഇതൊന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, കൊച്ചി പുലയ മഹാസഭ. ഇത് വലിയ പ്രശ്നമുണ്ടാ. കൊച്ചി പുലയ മഹാസഭയ്ക്ക് എല്ലാവർക്കും അറിയത്തില്ലേ? കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പനാണ്. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താനാണ് ഹിന്ദു പുലയ സമാജം. ഓക്കെ, സമാജം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സമാജം സ്റ്റാർ ഉണ്ണി മൂന്നിനെ ഓർത്തിരിക്കാം. ഈ ഉണ്ണി മൂന്ന് ഫാൻസ് ഉണ്ടാകുന്നോ? സമാജം സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ കുറച്ച് കുറുമ്പനാണ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഉണ്ണി മുകുന്ദത്തിൽ അലമ്പൊക്കെ അല്ലായിരുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് മാനേജറെ പിടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ. ഓക്കെ, പുലയ മഹാസഭ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. പുലയ മഹാസഭ അതാരാണ്? അയ്യങ്കാളിയാണ്. അപ്പൊ അത് മൂന്നും അങ്ങനെ ഓർത്തിരിക്കുക. കൊച്ചി പുലയ മഹാസഭ കറുപ്പൻ കേട്ടോ. ഹിന്ദു പുലയ സമാജം സമാജം സ്റ്റാർ ഉണ്ണി മുകുന്ദൻ കുറുമ്പനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ശരി, കുറുമ്പൻ ദൈവത്താൻ, പുലയ മഹാസഭ അയ്യങ്കാളി. അതുപോലെ ഈഴവ സമാജമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നത്. നമ്മളിപ്പം ഹിന്ദിയിൽ സമജ് ഗയാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ടീ കെ സമജ് ഗയാ. ഓക്കെ, ഓക്കെ, സമജ് ഗയാ, ടീ കെ സമജ് ഗയാ. ഓക്കെ, അപ്പം ഈഴവ സമാജം ടീ കെ സമജ് ഗയാ. ഓക്കെ, ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് വീടായിട്ട് തോന്നും, പിന്നീട് ഓർക്കുമ്പോൾ കിട്ടും. ഓക്കെ, ശരി. അപ്പൊ ഈഴവ സമാജം ടീ കെ സമജ് ഗയാ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നു. ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു അല്ലേ? ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ മാധവന്റെ സമാജം, എങ്ങനെയും ഓർത്തിരുന്നാൽ മതി. അതുപോലെ NSS നായർ വൃത്തിജന സംഘം, നായർ സമാജം മന്നത്ത് പത്മനാഭനും, കേരള നായർ സമാജം സി കൃഷ്ണപിള്ള. ഓക്കെ, അവിടെ എഴുതി പാടി കണക്ഷൻ കിട്ടല്ലെങ്കിൽ. ശരി, അടുത്ത ദിവസം നോക്കടാ. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നതാണ് ചോദ്യം അല്ലേ? നമുക്ക് നോക്കാം.
അരുവിപ്പുറം പ്രതിഷ്ഠ. ഓർമ്മ കിട്ടല്ലേ, നോക്കിയിട്ട് പറയാം കേട്ടോ. ഓർമ്മ ഒന്നാണ് പറഞ്ഞത്. അരുവിപ്പുറം പ്രതിഷ്ഠ ഏത് വർഷം പിള്ളേരെ? 1888. അപ്പൊ 1C വരും അല്ലേ? 1C വരും. 1C എത്ര ഓപ്ഷൻ ഉണ്ട്? 1C 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ബാക്കി കളയാം, ബിയും കളയാം, ഡിയും കളയാം. ഓക്കെ, 1C ആണ് വരുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. 1C ആണ് വരുന്നത്. അടുത്ത് ടാഗോറിന്റെ സന്ദർശനം ഏത് വർഷം പിള്ളേരെ? ടാഗോറിന്റെ സന്ദർശനമൊക്കെ നമ്മൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. 1922. അപ്പൊ 2A, 1Cയും 2Aയും. 1Cയും 2Aയും. ഓപ്ഷൻ C ആണ് 1C 2A. ഓക്കെ, അടുത്ത ഗാന്ധിജിയുടെ സന്ദർശനം എല്ലാവർക്കും അറിയാം. ഗാന്ധിജി സന്ദർശനം ഏത് വർഷം? 1925 മാർച്ച് മാസം 12 അല്ലെ? 1925 മാർച്ച് മാസം 12-നാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. ഗുരു സമാധിയാകുന്നത് 1928-നാണ് ഗുരു സമാധിയാകുന്നത്. 1928-നാണ് ഗുരു എന്ത് ചെയ്യുന്നത്? സമാധിയാകുന്നത്. ഓക്കെ, അപ്പം ആൻസർ ഓപ്ഷൻ C ആണ്. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്, കാരണം എല്ലാ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉള്ള പോയിന്റ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഈ 2 പോയിന്റ് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് അരുവിപ്പുറം പ്രതിഷ്ഠയും ഗാന്ധിജിയുടെ സന്ദർശനവും. അല്ല, ഗുരുവിന്റെ സമാധി ആയാലും എളുപ്പമുള്ള കാര്യം തന്നെയാണ് അല്ലേ? ഓക്കെ, എങ്കിൽ നിങ്ങൾ പറ കുട്ടികളെ, ഞാൻ വീണ്ടും നിങ്ങളടുത്ത് ചോദിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി കണ്ടുമുട്ടൽ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി കണ്ടുമുട്ടൽ ഏത് വർഷമാണ്? കണ്ടുമുട്ടൽ ചോദിക്കും. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി കണ്ടുമുട്ടൽ 1882. അണിയൂർ ക്ഷേത്രം നമ്മൾ പഠിച്ചു. ഓക്കെ, ശ്രീനാരായണ ഗുരു കുമാരനാശാൻ അണിയൂർ ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി കണ്ടുപിട്ടിയത്. അണിയൂർ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കുമാരനാശാൻ വർഷം. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കര. 1891 കായിക്കര. അടുത്ത് ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു പോരട്ടെ. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു ഏത് വർഷം? ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു 1895 ബാംഗ്ലൂര്. 1895 ബാംഗ്ലൂര്. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു 1895 ബാംഗ്ലൂര്. 1895 ബാംഗ്ലൂര്. ഓക്കെ, അയ്യങ്കാളി ഓർത്ത് പറ. ഞാൻ ഓർഡറിലാ പറഞ്ഞു തരുന്നേ. അയ്യങ്കാളി 1912 ബാലരാമപുരം. 1912 ബാലരാമപുരം. ഇത് പഠിക്കണം, ചോദിക്കും. ഓക്കെ, അടുത്ത് 1914 അദ്വൈതാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടിയത് ആരെയാ? 1914 അദ്വൈതാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടിയത് ആരെയാ? 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് കണ്ടെത്തിയത് ആരെയാ കുട്ടികളെ? വാഗ്ഭടാനന്ദൻ. പിന്നെ നമുക്കറിയാം 22-ൽ ടാഗോർ, 25-ൽ ഗാന്ധിജി. അപ്പൊ ഈ കണ്ടുമുട്ടലുകൾ നിങ്ങൾ പഠിക്കണം പിള്ളേരെ. പഠിച്ചേ പറ്റത്തുള്ളൂ, ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ 1882 അണിയൂർ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കുമാരനാശാൻ 1891 കായിക്കര. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു 1895 ബാംഗ്ലൂര്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളി 1912 ബാലരാമപുരം. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദൻ 1914 ആലുവ അദ്വൈതാശ്രമം. ശ്രീനാരായണ ഗുരു ടാഗോർ 22. ശ്രീനാരായണ ഗുരു ഗാന്ധിജി 25. ടാഗോറും ഗാന്ധിജിയും എവിടെ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്? പറ. ടാഗോറും ഗാന്ധിജിയും എവിടെ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്? പറ പിള്ളരെ, പറ. എവിടെ വെച്ച് കണ്ടുമുട്ടി? ശിവഗിരിയിൽ വെച്ച്. തിരുവനന്തപുരം ശിവഗിരിയിൽ വെച്ചിട്ടാണ് ഇവര് തമ്മിൽ എന്ത് ചെയ്യുന്ന കുട്ടികളെ കണ്ടുമുട്ടുന്നത്. തിരുവനന്തപുരം ശിവഗിരിയിൽ വെച്ചിട്ടാണെന്നുള്ള പോയിന്റും കൂടി ഓർത്തിരിക്കുക.